സായിരാം. നമ്മുടെ അന്തർശൗചയജ്ഞം ഇന്ന് 325 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സായി സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ അജിത് സാറാണ്. സാറിനെ മിക്കവർക്കും അറിയാം. കോഴിക്കോട് പോലെ ഒരു വലിയ ജില്ലയിലെ സത്യസായി സേവാ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ അടുക്കോടെയും ചിട്ടയോടെയും ശാന്തമായും എഫിഷ്യന്റായും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ജില്ലാ പ്രസിഡന്റാണ്. എല്ലാവർക്കും നല്ല മാതൃകയായ ഒരു വ്യക്തിയാണ്. സാറിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സായിരാം സാർ. സായിരാം സാർ. അപ്പൊ ഇത് നമ്മുടെ ഇത് 3 പ്രാവശ്യം ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് ഭഗവാന്റെ സാറിന് ഇഷ്ടമുള്ള ഒരു പ്രഭാഷണം വായിക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റിനകം സാറിന്റെ ആധ്യാത്മിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതിനുശേഷം ഒരു വീഡിയോ മെസ്സേജ് ഒരു 3 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഭജന, അതിനുശേഷം സായി ഉപമ വത്സല മാം പറയും, പിന്നെ ശാന്തി മാത്ര. അപ്പോൾ ഒരു അരമണിക്കൂറുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇനി അജിത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 3 ഓങ്കാരത്തിനും 3 സായി ഗായത്രിക്കും ശേഷം സാറ് സ്വാമിയുടെ ഒരു പ്രഭാഷണം വായിക്കുക. ക്യാമറ സാറ് ഓൺ ചെയ്താൽ സന്തോഷം. വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് സാറിനെ കാണാമല്ലോ അപ്പൊ എല്ലാവർക്കും. സായിരാം സാർ. താങ്ക് യു സാർ. സായിരാം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സായിരാം. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഭഗവാന്റെ പ്രതിരൂപങ്ങള് സർവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സായിരാം. ഇഷ്ടപ്പെട്ട സത്യസായി പ്രഭാഷണം എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നുമില്ല സ്വാമിയുടെ വാക്കുകളിൽ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷെ സത്യസായി വാണി കണ്ണുകൂട്ടി തുറന്ന സമയത്ത് 3 പ്രാവശ്യം തുറന്നപ്പോഴും ഒരേ ജ്ഞാനകളും സിംഹവും എന്ന് പറഞ്ഞ സത്യസായി വാണി വോളിയം 9 കിട്ടിയത്. അത് 2 പാരഗ്രാഫ് വായിക്കുന്നുള്ളൂ. ഭാരതത്തിന്റെ ധന്യമായ സംസ്കൃതിയുടെ പുനരുദ്ധാരണത്തിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ക്ഷാമമില്ല. എല്ലാ പ്രവർത്തനങ്ങളും അന്തർജ്ഞാനാനുസരണമാണ് നടക്കുന്നത്. സാമ്പത്തിക പുരോഗതിയുടെയും ധർമ്മോദ്ധാരണത്തിന്റെയും മാനസികോദ്ഗ്രഥത്തിന്റെയും സാമൂഹ്യ അഭിവൃദ്ധിയുടെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെയും ആധ്യാത്മിക പ്രബോധനത്തിന്റെയും മേഖലകളിൽ അവർ അധ്വാനിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ അവരുടെ ലക്ഷ്യവും ആദർശങ്ങളും പ്രശംസനീയവും അഭികാമ്യവുമാണ്. പക്ഷേ എല്ലാവരും നൈരാശ്യത്തിലും തളർച്ചയിലും നീരസത്തിലും അലസതയിലും ക്ലേശിക്കുന്നു. അതിന് കാരണം അവരുടെ മാർഗം തെറ്റോ ഫലപ്രദമല്ലാത്തതോ ആയതു തന്നെ. ആദ്യം അവർ ചെയ്യേണ്ടത് പ്രവർത്തന ചക്രവാളം രേഖപ്പെടുത്തുക എന്നതാണ്.
ആ മേഖലകളിലുള്ള അവരുടെ കടമകൾ നിർവചിക്കണം. അവകാശങ്ങളെയല്ല നിർവചിക്കേണ്ടത്. പലപ്പോഴും മറ്റുള്ളവരുടെ മണ്ഡലങ്ങളിലേക്ക് വ്യക്തികളും സ്ഥാപനങ്ങളും അതിക്രമിച്ച് കിടക്കുന്നു. ചിലർ സഹപ്രവർത്തകരുമായി മത്സരത്തിലാണ്. ചിലപ്പോൾ അത് പ്രഭാവം സ്ഥാപിക്കുന്നതിനാകാം. അതിന് നല്ലതോ തീയതോ ആയ മാർഗം തേടുന്നു. അധികാരത്തിനും പദവിക്കും ആഗ്രഹത്തിനു മുമ്പ് അർഹത നേടണം. മറ്റുള്ളവരെ സേവിക്കാനും അവരുടെ കഷ്ടങ്ങൾ കരുതി വരുത്തുവാനും തയ്യാറാകുന്നവരും പ്രതിജ്ഞ എടുക്കുന്നവരും രോഗനിർണയത്തിന് ചികിത്സാവിധിക്കുള്ള വൈദഗ്ധ്യവും നേടിയിരിക്കണം. സേവനം എന്നുള്ളത് ക്ലേശകരമായ വിവേകാവശ്യമുള്ള പ്രക്രിയയാണ്. പക്വമല്ലാത്ത ആവേശം പുരോഗതിക്ക് സഹായത്തേക്കാൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. സേവനത്തിന്റെ വിദ്യാനൈപുണ്യം നേടുന്നതും സേവനത്തിനുള്ള ആവേഗം വളർത്തിയെടുക്കുന്നതും ഒരു മനുഷ്യനെ നേതൃത്വത്തിന് സജ്ജമാക്കുന്ന പടവുകളാണ്. ഇത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. സത്യസായി വാണിയിൽ കുറെ കാര്യങ്ങളുണ്ട് വായിക്കാൻ. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നവരെ പ്രഭാഷണം ചെയ്യാൻ പോയിട്ടില്ല. എന്തോ അതിനുള്ളൊരു താല്പര്യം പൊതുവെ വരാറില്ല ജീവിതത്തിൽ. മാഷിന്റെ അനുഭവങ്ങൾ പറയൂ, സ്വാമിയായിട്ടുള്ള. നമ്മൾക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അന്ന് സ്വാമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിക്ക് വരെ അനുഭവങ്ങൾ സ്വാമി അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അല്ലാത്തവരൊരാളും ഇന്ന് കോടിക്കണക്കിന് സായി ഭക്തർ ലോകത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ട്. ഒരാൾ പോലും വ്യക്തിപരമായിട്ട് സ്വാമി കൂടെ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിന് ചില സമയത്ത് ക്ലേശകരമായി പോകുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും ദൈവത്തിനെ വിളിക്കാറ്. ദൈവത്തിനെ വിളിക്കുമ്പോൾ തന്നെ നമ്മളതായിട്ടുള്ള ആഗ്രഹങ്ങളെ ഉള്ളിലിരുത്തിയും കൊണ്ട് ദൈവത്തിനെ വിളിക്കുമ്പോഴാണ് നമുക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിന്റെ സ്വാമിയുടെ അവതാരത്തിന്റെ ലക്ഷ്യവും നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാലത്ത് ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ കുറെ അധികം ആഡംബരത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു വേള തുടങ്ങി പണം വരുന്നുണ്ട്, പോകുന്നുണ്ട്. അന്ന് ഗൾഫിലെ ലൈഫായിരുന്നു. ചോദിക്കാൻ ആളില്ല, വാച്ച് ചെയ്യാൻ ആളില്ല. ഒരു വേള എൻ്റെ ഉള്ളിൽ തന്നെ ചോദിച്ചു തുടങ്ങി ഞാൻ, ഇതെന്താണ് ജീവിതം എന്ന് പറഞ്ഞാല്. ചിലപ്പോൾ നിമിത്തമായിരിക്കും അതെല്ലാം. പണം വരുന്നു, പോകുന്നു. എന്നിട്ട് സന്തോഷം എന്നുള്ളൊരു ഇത് നമ്മൾ ഉള്ളിൽ കിട്ടുന്നില്ല. അപ്പോഴും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങള്, വേദനകള് ഇതെല്ലാം അനുഭവിച്ചും കൊണ്ടേയിരിക്കും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ചോദിച്ചൊരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ട് ജന്മം എടുക്കുന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ പൊന്തി വന്നിരുന്നു. ഒരു വേളയിൽ ഞാൻ ഒരു ഗുരുവായൂരപ്പ ഭക്തനാണ്. ഒരു വേളയിൽ ഞാൻ ചോദിച്ചത്, എന്താണ് ഭഗവാനെ ഇത്? ഒരു അമ്മയിലൂടെ അച്ഛനോട് ജന്മം കിട്ടുക, അവര് ഭക്ഷണം തന്ന് വലുതാക്കുക, പഠിപ്പിക്കുക, ജോലി കിട്ടുക, ഒരു വിവാഹം കഴിക്കുക, അത് കഴിഞ്ഞ മക്കള് അവര് വലുതാവുക, ഒരു വേളയില് നമ്മൾ മരിക്കുക. ഇതാണോ ജീവിതം? ഇതിനു വേണ്ടിയിട്ട് എന്തിനു ജീവിക്കണം? ഇതിനു വേണ്ടി എന്തിന് മനുഷ്യനെ ജന്മം നൽകണം? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, ഇതിനല്ല ജന്മം നൽകിയത്. ഇതിന് ജന്മം നൽകിയതിന് മറ്റെന്തോ കാര്യമുണ്ട്. അല്ലാതെ ഈ ഒരു ജനിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് ദൈവം ജന്മം നൽകേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നല് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ദൈവം അങ്ങ് ഗുരുവായൂരപ്പ അങ്ങ് എവിടെയുണ്ട് എനിക്കറിയില്ല. എവിടെയാണ് അങ്ങ്? എനിക്ക് ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ് കാണിച്ചു തരണം. രസകരം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഈ സമയത്തൊക്കെ സ്വാമിയെ നിന്ദ്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ദുഷിച്ച സ്വഭാവങ്ങൾ അകറ്റുവാൻ വേണ്ടി ഞാൻ നിരന്തരം പരിശ്രമിച്ചും കൊണ്ടേയിരിക്കുന്ന സമയം, എന്താണോ നമ്മളെ ദൂഷ്യ സ്വഭാവങ്ങളെ നമ്മൾ അകറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നത്,
അത് നമ്മളെ 10 മടങ്ങ് 100 മടങ്ങ് 10 മടങ്ങ് എന്ന് പറയാൻ പറ്റില്ല, 100 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചടിക്കും നമ്മള്. അപ്പോഴൊന്നും എനിക്കറിയില്ല. ഒരു വേളയില് ഗുരുവായൂരപ്പനിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഇത് അകറ്റാനുള്ള ശക്തിയില്ല, അങ്ങയുടെ ശക്തി ഉപയോഗിച്ചിട്ട് എനിക്ക് മാറ്റി തരണേ എന്നുള്ളൊരു ചിന്ത, ഒരു പ്രാർത്ഥന എൻ്റെ അടുത്തുനിന്ന് വന്നു. പക്ഷെ ഇതൊക്കെ കഴിയലും ഏകദേശം 2 കൊല്ലത്തോളം നിരന്തര പ്രാർത്ഥനകളായിരുന്നു എനിക്ക് എന്നെ മാറണം എന്നുള്ള ചിന്തകൾ. അപ്പോഴൊന്നും സ്വാമിയില് യാതൊരു വിശ്വാസവും ഇല്ല, കള്ളനാണെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലരും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു വന്നതെന്ന് പലരെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്താണ് അച്ഛൻ സുഖമില്ല എന്നറിയുന്നത്, ഞാൻ നാട്ടിലേക്ക് വരുന്നതും. വീട്ടിലെ സ്വാമിയുടെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ, അപ്പൊ ഞാൻ തമാശ പറഞ്ഞു, ഇവിടെയൊക്കെ സായിബാബ കയറി ഇരിക്കുന്നുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞ ഇത് തമാശയാക്കേണ്ട ഒരു ശക്തിയാണ്. പറഞ്ഞു അതെന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ വിശ്വസിച്ചോളൂ, എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. അച്ഛൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. പക്ഷെ അന്ന് എന്താണെന്ന് അറിയില്ല, അച്ഛൻ്റെ 11 കഴിയുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ബ്രദർ സായി ഡിവോട്ടിയാണ്, അങ്ങനെ സ്വാമിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു, നമുക്കൊന്ന് പുട്ടപ്പുറത്തിൽ പോകാൻ പറ്റുമോ? ഒന്നുമില്ല, കാണാൻ വേണ്ടി മാത്രമാണെന്നുള്ള, അല്ലാണ്ട് ഭക്തനാവാനല്ല എന്നും പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് തിരിച്ചു പോകാൻ 3 ദിവസമേ ഉള്ളൂ. അപ്പൊ അങ്ങേര് പറഞ്ഞു, നീ 3 ദിവസമല്ലേ ഉള്ളൂ, എനിക്ക് 6 മാസം കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് വരാൻ കഴിയും, നീ 6 മാസം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. എനിക്ക് ഏതെങ്കിലും ഒരു പുസ്തകം വേണം, ഒന്നുമില്ലെന്ന് വായിച്ചു നോക്കാനാണെന്ന് മനസ്സിലാക്കാനാണെന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങേര് 1-2 പുസ്തകം കൊണ്ടു തന്നു. അതുമായിട്ട് തിരിച്ച് ഫ്ലൈറ്റ് കയറി ഗൾഫിലേക്ക്. പിന്നെയും ആ സ്വഭാവത്തിന് അടിമപ്പെട്ടിട്ട് ഞാൻ 15 ദിവസത്തോളം വീണ്ടും ഗൾഫിൽ നിന്നു. പക്ഷെ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ അഡിക്റ്റ് എന്ന് പറയാനും പറ്റില്ല. 1999 ഒക്ടോബർ 2-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ദൈവം എന്നെല്ലാവരും വിളിക്കുന്ന സ്വാമിയോട് ഒരു അഗ്രിമെന്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ മനസ്സിൽ പറഞ്ഞു, അങ്ങ് ദൈവമെന്ന് പലരും പറയുന്നു, ഞാൻ അങ്ങയുടെ പുസ്തകം ഞാൻ വായിക്കാൻ വേണ്ടി ആദ്യമായിട്ട് കയ്യിലെടുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിമാൻഡ് വെച്ചു, ഇത് വായിക്കുന്ന ദിവസം ഞാൻ എൻ്റെ ആ ചീത്ത സ്വഭാവത്തിലേക്ക് കടക്കൂല, ഞാൻ ചീത്ത സ്വഭാവത്തിൽ ഏർപ്പെടുന്ന ദിവസം പുസ്തകം വായിക്കില്ല. പക്ഷെ ഞാൻ ആ വായിക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 2-ാം തീയതി പുസ്തകം തൊട്ടാ നിമിഷം ഏതോ ഒരു ശക്തി എന്നിൽ നിന്ന് ആ സ്വഭാവത്തെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ പുസ്തകം തൊട്ട സെക്കൻഡ് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അതിനെപ്പറ്റി ചിന്തകളില്ല. അതിനോടനുബന്ധിച്ചുള്ള കംപ്ലീറ്റ് സ്വഭാവം ഒരാഴ്ച കൊണ്ട് സ്വാമി എന്നെ അടിമുടി മറച്ചു കളഞ്ഞു. പിന്നീടുള്ളത് അങ്ങോട്ട് പ്രയാണമായിരുന്നു സ്വാമിയുടെ, എന്നെയും കൊണ്ടിട്ടുള്ള ഒരു യാത്ര. പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടാറില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ പൊങ്ങച്ചം പറയാണെന്നുള്ള പലരും തെറ്റിദ്ധരിക്കും, പറയാറില്ല. പക്ഷെ അനുഭവങ്ങൾ പറയണം എന്നുള്ള റിക്വസ്റ്റ് വന്നതിനെ കൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. പക്ഷെ ഈ വേദിയിൽ അങ്ങനെയില്ല, ഈ വേദിയിൽ എല്ലാവരും സ്വാമിയുടെ പൊങ്ങച്ചങ്ങൾ പറയണം. സായിരാം. സ്വാമി അതിനുശേഷം ഞാൻ പുസ്തകം ഞാൻ ചെയ്യലില്ലാത്ത ഒരു പുസ്തകം എനിക്ക് വായിച്ചു കഴിയണ ഒരു കൊല്ലത്തിന്റെ മുകളിൽ വേണം. പക്ഷെ ഞാന് പിന്നെ സ്വാമിയുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പുഴുവായി. 2 ദിവസം കൊണ്ടൊക്കെ ഒരു പുസ്തകം മുഴുവനായിട്ട് വായിച്ച് തീർക്കാൻ തുടങ്ങി. ആ സമയത്ത് പല പ്രാവശ്യം സ്വാമി എന്നെ ഒരു 10-40 പ്രാവശ്യം മുകളിൽ തന്നെ സ്വാമി വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് പല കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. എന്താണ് ജീവിതം, ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ടുണ്ടോ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഴുവൻ സ്വാമി എനിക്ക് കാണിച്ചു തന്നു. എന്താണ് അന്ന് കസിനോട് പറഞ്ഞു, 3 ദിവസമേ ഉള്ളൂ ഗൾഫ് തിരിച്ചു പോകാനുള്ളത്, 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ എന്നെ പിന്നീട് ഞാൻ തിരിച്ചു വരുന്ന 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അന്നത്തെ ആ 3 മാസത്തിന്റെ ദൈർഘ്യം, 3 ദിവസത്തിന്റെ ദൈർഘ്യം 3 കൊല്ലത്തിനാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിരുന്നില്ല.
പക്ഷെ ഈ 3 കൊല്ലം കൊണ്ട് സ്വാമി എന്നെ സാധനയുടെ മാർഗത്തിലേക്ക് കടന്നു. അതൊന്നും ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടെന്നോ സമിതികൾ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. 1 കൊല്ലത്തോളം സാധന, അതായത് മെഡിറ്റേഷനിലുള്ള എന്തൊക്കെ സംശയങ്ങൾ വരുന്നോ ആ കാര്യങ്ങൾ മുഴുവൻ സ്വാമി, ആ സംശയങ്ങൾ വരുന്ന സമയത്ത് തന്നെ എനിക്ക് സ്വപ്നത്തിൽ സ്വാമി വരും പല രീതിയിൽ. അത് തീർത്ത് തന്നിട്ട് സ്വാമി പോകും. പലപ്പോഴും ഓരോ ദിവസം നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ പോണവരെല്ലാവരും. ഇപ്പോഴായാലും ജനിച്ച മരണം വരെ അത് നമ്മളെ കൂടെ ഉണ്ടാവുന്ന സന്തത സഹചാരിയാണ്. ഞാൻ രാവിലെ പുസ്തകം വായിച്ച് സത്യസായി ഗീതാവാഹിനി വായിച്ചിട്ട് പുസ്തകത്തിനൊരു മാർക്ക് വെക്കും, വൈകിട്ട് തിരിച്ചു വന്നിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. വൈകിട്ട് അന്ന് ജോലിയൊക്കെ കഴിഞ്ഞവര് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ വെറിയുടെ ആയിരിക്കും. പക്ഷെ വൈകിട്ട് ഞാൻ പുസ്തകം എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്നത്, ഞാൻ പുസ്തകത്തിൽ ഈ മാർക്ക് ചെയ്ത ഭാഗത്തായിരിക്കൂല ആ പേപ്പർ ഉണ്ടാവുക. അന്ന് ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് എൻ്റെ മനസ്സ് വെറിയിടായിരിക്കുന്നത്, വ്യാകുലപ്പെടുന്നത്, അതിനുള്ള പരിഹാരത്തിൽ ആ പരിഹാരം ഏത് പേജിലാണോ ആ പേജിലാണ് ആ പേപ്പർ ഇരിക്കാറ് ഞാൻ കാണാറ്. ഇത്രയേറെ സ്വാമി കൂടെ നിന്നിട്ട് എൻ്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് എന്നെ മാറ്റിക്കൊണ്ടുവന്നു. കാരണം 32 വയസ്സ് വരെ ഞാൻ എന്തായിരുന്നോ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ലോകത്തെ, 32 വയസ്സ് വരെ ചിന്തിക്കാത്ത ഒരു ലോകമായിരുന്നു ആത്മീയപാത എന്ന് പറഞ്ഞത്. ഈ 32ാമത്തെ വയസ്സ് മുതൽ സ്വാമി എന്നെ യഥാർത്ഥമായുള്ള ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചു തന്നത്. എന്തിന് ജന്മം നൽകുന്നത്, ജന്മം നൽകി കഴിഞ്ഞാൽ മരണത്തിന്റെ മുമ്പ് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നുള്ള സ്വാമി കാണിച്ചു തന്നു. നേരത്തെ എഴുന്നേറ്റ് ശീലമില്ലാത്ത എന്നെ പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാം, സാധന ചെയ്യാൻ നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കണം. ഞാൻ അങ്ങനെ ശീലിച്ച്, പക്ഷെ ശീലിച്ച് സ്വാമി ഗ്രാജുവലി എന്നെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു മെഡിറ്റേഷനിൽ. അപ്പൊ ഞാൻ എല്ലാ റിക്വസ്റ്റും മെഡിറ്റേഷൻ ചെയ്യാത്തവർ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കും. സ്വാമി ഓരോ സമയത്തും സ്വാമി എന്തിനാണ് സ്വാമി അവതരിച്ചത്, ഏതിനാ അവതരിച്ചത് എന്നുള്ള വ്യക്തമായുള്ള നിർദ്ദേശം തന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. തിരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതം അവിടെയല്ല വേണ്ടത്, സ്വന്തം നാട്ടിലേക്ക് പോരണം എന്നുള്ള ജോലിയും എല്ലാം ഇട്ടറിഞ്ഞ് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഗൾഫിൽ പോയി തിരിച്ചു വരുമ്പോൾ അതേ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പക്ഷെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സ്വാമി, ഞാൻ ഗൾഫിൽ പോയതിൻ്റെ ഉദ്ദേശങ്ങള് അതിന്റെ 10 മടങ്ങായിട്ട് എനിക്ക് ഇവിടെ നിറവേറ്റി തന്നു സ്വാമി, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ. പിന്നെ നമ്മളെ ഒരിക്കലും കാണാത്തൊരു ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകണത് ഞാൻ കാണുന്നു സ്വാമി. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു ജില്ലേനെ സൈലന്റ് ആയിട്ട് കൊണ്ടുപോകും, അതെന്റെ കഴിവല്ല. അതൊരിക്കലും എൻ്റെ കഴിവായിട്ട് ഞാൻ കാണാറുമില്ല. സ്വാമിയാണ് ഇത് ചെയ്യുന്നത്. പരിപൂർണമായിട്ട് അനുഭവസ്ഥനാണ് ഞാൻ സ്വാമി. കാരണം പലപ്പോഴായിട്ട് സ്വാമി കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഈ ശരീരം ഓരോരു ഉപകരണം മാത്രമാണെന്നുള്ളത് സ്വാമി പല പ്രാവശ്യം തെളിവ് സഹിതം സ്വാമി കാണിച്ചു തന്നിട്ടുണ്ട്. നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അഹംഭാവം പാടില്ല എന്നുള്ളത്. ഇന്നിപ്പോ നമ്മളുടെ സത്യസായി വാണി 3 പ്രാവശ്യം തുറന്നപ്പോൾ ഒരേ അധ്യായം തന്നെയാണ് കിട്ടിയത്, ആനകളും സിംഹങ്ങളും എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്കുള്ള വലിയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും, പല സ്വഭാവക്കാരുണ്ടാവും. അതിലെങ്ങനെയായിരിക്കണം നമ്മൾ, ഏത് രീതിയിലായിരിക്കണം നമ്മൾ, സ്വാമി അടിവരട്ട് പറയുന്നുണ്ടായില്ല. നമ്മൾ പലപ്പോഴും പലർക്കും എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ സ്വാമിയുടെ ഒരു വാണി ഗൾഫിൽ നിന്ന് വായിച്ചപ്പം സ്വാമി അതിൽ പറഞ്ഞിട്ടുണ്ട്, 85% പ്രവർത്തകർക്കും ഞാൻ എന്തിനു വേണ്ടി സത്യസായി സേവാ സംഘടന രൂപീകരിച്ചെന്നുള്ള അറിയില്ല. അതറിയാത്തടത്തോളം കാലം അവരുടെ ജീവിത ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തില്ല സ്വാമി അടിവരട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ അതിശയായിരുന്നു വായിച്ചു. സ്വാമി എന്നെ സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ, അതിലെ പ്രവർത്തകർക്ക് 85% പ്രവർത്തകർക്ക് അറിയില്ല എന്ന് പറയുമ്പം അതിന്റെ വ്യാപ്തി അത്രത്തോളം
ആഴത്തിലാണെന്നുള്ള ഞാൻ അന്നാ മനസ്സിലാക്കിയത്. തിരിച്ച് അവിടെ ഗൾഫിൽ സ്നേഹം കൊണ്ടുള്ളൊരു കളിയായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അവിടെയുള്ള സായി പ്രവർത്തകർക്ക് അറിയുള്ളായിരുന്നു. അവർ വേറെ ഞാൻ നാട്ടിൽ വന്നപ്പം പിന്നെ പരീക്ഷണങ്ങളെ കാലഘട്ടമായി. കാരണം പല മൈൻഡിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാനും പല പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നെ സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സത്യസായി സേവാ സംഘടനയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനൊരു തീച്ചൂളയിലേക്ക് എടുത്തിടുന്നു, നമ്മളെ അത് സൂക്ഷിച്ചോളൂ, ഇനി പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരിക്കും ഇനിയും സ്വാമി നമ്മൾക്കൊരു വാക്ക് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് പരീക്ഷണങ്ങളെ കാലഘട്ടമായിരുന്നു. പല പരീക്ഷണങ്ങളിലൂടെയും ഞാൻ പോയി ഓർഗനൈസേഷനിൽ. അപ്പോഴും ആരോടൊരു പരിഭവം എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം എന്തിനു വേണ്ടിയിട്ടാ ജന്മം എന്നുള്ള ആ ജന്മം സഫലീകരിക്കണമെങ്കിൽ ഈ പരീക്ഷണങ്ങളിലൂടെ പോകണം എന്നുള്ള യാഥാർത്ഥ്യ സ്വാമി ആദ്യം പഠിപ്പിച്ചിരുന്നു തന്നെ. അതുകൊണ്ട് തന്നെ എത്ര തീക്ഷ്ണാനുഭവങ്ങൾ ഉണ്ടായാലും ശരി, അതൊന്നും ആരും എൻ്റെ നേരെ ചെയ്യുന്ന തെറ്റുകളല്ല എന്നുള്ള യാഥാർത്ഥ്യബോധം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനനുസരിച്ച് അവരോട് കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പരിശ്രമിക്കാറുള്ളൂ. അതാണ് എനിക്ക് സ്വാമി എന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത്. ഇപ്പോഴും ആരോടൊരു പരിഭവവും തോന്നാറില്ല. എല്ലാവരും കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവാറ്. 10 മിനിറ്റാണ് സമയം തന്നത്. ആ 10 മിനിറ്റ് കഴിഞ്ഞു. പറയുമ്പോൾ പറയാനുണ്ടാവും. സംസാരിക്കാം, കുറച്ചുകൂടെ സംസാരിക്കാം. നമുക്ക് നമ്മള് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന പലപ്പോഴും പലരും പ്രഭാഷണങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഉള്ളിലേക്കാണ്. ഓരോ അനുഭവങ്ങളും നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഉള്ളിലേക്കാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ സാധാരണ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റങ്ങളാണ് നമ്മൾ കാണാൻ ശ്രമിക്കാറ്. പലപ്പോഴും തന്നെ അധിക സമയത്ത് അങ്ങനെയാണ്. മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാട്, കണ്ണുകൾ പുറത്തേക്കാണുള്ളത്. സ്വാമി പറഞ്ഞത്, എന്നെ പഠിപ്പിച്ചത്, മറ്റുള്ളവരെന്തെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കണം, നീ ആദ്യം നിന്റെ ഉള്ളിലേക്ക് നോക്കുന്നവർ. നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മളെ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. നമ്മളടുത്ത് തെറ്റില്ലേ നമ്മളെ സൈലന്റ് ആയിട്ട് പൊറുക്കാനുള്ള ഒരു ക്ഷമാശക്തിയെ നമ്മൾ സ്വരൂപിച്ചെടുക്കണം. നമ്മള് സ്വാമിയെ ശരിക്കും അറിയാൻ കഴിയും നമുക്ക്. അതിന് സ്വാമി നമ്മളോട്, സായി ഭക്തരോട് പറയുന്നുണ്ട്, സാധന ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സാധനയിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് സ്വാമിയെ സ്വായത്തമാക്കാൻ കഴിയുള്ളൂ. നമ്മൾ എത്രത്തോളം സേവ ചെയ്താലും ശരി, ഭജന ചെയ്താലും ശരി, സേവ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ളത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഭജന പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ശരിക്കും ഇറങ്ങി ചിന്തിക്കുന്നില്ല. നമ്മൾ ഇറങ്ങി ചിന്തിക്കണം, നമ്മൾ സൈലന്റ് ആയിട്ട് മെഡിറ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴേ ഉള്ളൂ നമുക്ക് നമ്മളെ തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി നമ്മളോട്, ഓഫീസ് ബെയറേഴ്സിനോട് നിർബന്ധമായിട്ട് സ്വാമി പറയുന്നുണ്ട്, സാധന നിർബന്ധമാണ് ഓഫീസ് ബെയറേഴ്സ്. അപ്പോഴേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മളെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് നൽകുള്ളൂ. സാധന ശീലിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ അല്ല ഒന്നും ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് സ്വാമി സാധനിച്ച് മെഡിറ്റേഷൻ ചെയ്യണം, ഓങ്കാരവും മെഡിറ്റേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് സ്വാമി പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും ജ്യോതിർധ്യാനം ചെയ്യുമ്പോൾ, ജ്യോതിർധ്യാനത്തിന്റെ നമ്മള് ജ്യോതി കൊണ്ടുപോണ എല്ലാം വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എഴുന്നേറ്റ് കഴിയും. നമ്മൾ 5 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുന്നേൽക്കും. പക്ഷെ സ്വാമി ശരിക്കും അവിടെ നിർത്താൻ വേണ്ടി പറയുന്നില്ല. നമ്മൾ ഉള്ളിൽ ശൂന്യമാകുന്ന ഒരു അവസ്ഥ വരുന്നവരെ നമ്മളോട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാമി നമ്മളോട് പറയുന്നത്. നമ്മളുള്ളിൽ ശൂന്യത വരുമ്പോഴുള്ളൂ നമുക്ക് സ്വാമിയെ അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മളല്ല, നമ്മളെ ഈ ശരീരം ഒന്നുമല്ല, നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള പരിപൂർണമായിട്ട് അനുഭവം അപ്പോഴേ നമ്മൾക്ക് വന്നു തുടങ്ങുള്ളൂ. അതിനാണ് സ്വാമി നമ്മളോട് സാധന ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താനെ സൈലന്റ് ആവും. നമ്മളറിയാതെ നമ്മൾ സൈലന്റ് ആവും. നമ്മൾ റിയാക്ട് ചെയ്യാൻ മടിക്കും. കാരണം
റിയാക്ട് നമ്മളിത് ശീലിക്കാൻ നമ്മളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു എനർജി ഫോം ചെയ്യാൻ തുടങ്ങും. അത് സ്വാമിയാ നമുക്ക് നൽകുന്നത്. ആ എനർജിയാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടിട്ടൊന്നും ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് സ്വാമിയെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലതും നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ക്ഷമ, അത് പുരുഷന്റെ സ്വഭാവം. അതായത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവം. നമ്മള് സ്ത്രീകളായാലും ശരി, നമ്മള് ഭൗതിക തലത്തിൽ സ്ത്രീകളാണ് പുരുഷന്മാരെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ലിംഗഭേദത്തിൽ പറയാറുണ്ട്. പക്ഷെ നമ്മളെല്ലാം സ്ത്രൈണങ്ങളാ ശരിക്കും പറഞ്ഞാൽ. പുരുഷനല്ല, സ്ത്രീ അല്ലാത്ത സ്ത്രൈണങ്ങൾ. യഥാർത്ഥ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാത്രമാണ്. നമ്മൾ യഥാർത്ഥ പുരുഷനാവാനാ സ്വാമി സാധന ചെയ്ത് നമ്മൾക്ക് ക്ഷമയോട് കൂടിയിട്ട് സഹനശക്തിയോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഗുണം നമ്മളോട് വളർത്തിയെടുക്കാൻ വേണ്ടി സ്വാമി പറയുന്നത്. അപ്പോഴുള്ളൂ നമുക്ക് ശരിക്കും സ്വാമിയെ അനുഭവിക്കാൻ കഴിയും. പല രീതിയിലും നമ്മളെ സ്വാമി കുടുംബപരമായാലും ശരി, ജോലി സംബന്ധമായാലും ശരി, പല രീതിയിലും സ്വാമി നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മളെ കാലത്തിന്റെ അവസാനം വരെ നമ്മളെ സ്വാമി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് സ്വാമിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്വാമിയുടെ ജോലി ചെയ്യാൻ പോവാണെന്നല്ലേ എല്ലാവരും പലരും പറയുന്നത് കേൾക്കും. നമ്മൾ സ്വാമിയുടെ ജോലി ചെയ്യാനാണ് നമ്മൾ പോണത്. സ്വാമിയുടെ ജോലി ചെയ്യാൻ സ്വാമിക്ക് അറിയാം. നമ്മൾ ചെയ്യുന്നത് സ്വാമിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നമ്മളെ ആത്മീയോന്നമനത്തിന് വേണ്ടി സ്വാമി തന്നിരിക്കുന്ന ഒരു അവസരം മാത്രമാണത്. അത് നമ്മൾ മാക്സിമം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വാമിയുടെ ജോലി ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ എന്തിനാ നമ്മൾക്ക് ജോലി ചെയ്തു കൊടുക്കേണ്ട ആവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ സ്വാമിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വാമിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം സ്വാമി സൃഷ്ടിച്ചാണ് നമ്മൾ. പിന്നെ എന്തിനാ നമ്മൾ സ്വാമിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? സൃഷ്ടാവിന് വേണ്ടിയിട്ട് സൃഷ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ മാറ്റത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റ് ഘടന സ്വാമി പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്നാണ് നമ്മളെ സത്യസായി സേവാ സംഘടന പ്രവർത്തനം തുടങ്ങേണ്ടത്. അല്ലാണ്ട് നമ്മൾ സമിതിയിൽ നിന്നിട്ടല്ല. ഓരോ പ്രവർത്തനം സ്വന്തം ഗൃഹത്തിൽ നിന്നായിരിക്കണം ഓർഗനൈസേഷന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതിൽ സ്വാമി മക്കളെ ഏത് രീതിയിൽ നോക്കണം? മക്കളെ നമ്മൾ നോക്കുമ്പോൾ അച്ഛനെന്നോ അമ്മയെന്നോ ഭാവമില്ലാതെ ഒരു കാര്യസ്ഥൻ മാത്രമാണെന്നുള്ള ഭാവത്തോടു കൂടി ആയിരിക്കണം നമ്മൾ മക്കളെ നോക്കേണ്ടതെന്നാണ് സ്വാമി പറയുന്നത്. കാരണം ഭഗവാന്റെ ഒരു കുഞ്ഞിനെ നമ്മളെ നോക്കാൻ മാതാവെന്നും പിതാവെന്നും പറയുന്ന ആ വ്യക്തിത്വങ്ങൾക്ക് സ്വാമി നോക്കാൻ ഏൽപ്പിക്കുന്നതാണ്. ആ വ്യക്തിത്വങ്ങൾ ആ കുഞ്ഞിനെ ആത്മീയപരമായിട്ട് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മുന്നോട്ടേക്ക് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് മാതാവിന്റെയും പിതാവിന്റെയും ജോലി. ഒരിക്കലും മക്കൾ നമ്മളതാണെന്ന്, സഹോദരങ്ങൾ നമ്മളതാണെന്നുള്ള യാതൊരു ചിന്തയില്ലാതെ ആയിരിക്കണം നമ്മളതിൽ പ്രവർത്തിക്കേണ്ടത്. കാരണം നമ്മളെ കൂടെ അച്ഛനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ സഹോദരിയോ ഒന്നും ഉണ്ടാവില്ല. ആത്യന്തികമായിട്ട് നമ്മളെ കൂടെ സന്തത സഹചാരിയായിട്ട് വരുന്നത് ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സ്വാമി നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി സ്വാമി പറയുന്നത്. കാരണം ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റെല്ലാം ഒരു കാലം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു. നമ്മൾ ജനിച്ചത് മുതൽ നമ്മളെ മരണം വരെ നമ്മളെ കൂടെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും സ്വാമി മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് സ്വാമിയോടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ആത്യന്തികമായിട്ട് വേണം എന്നുള്ള പാഠം നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ ശീലിച്ചു വരുന്നത് അതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർ അത് കണ്ടുവരും. അതാണ് സ്വാമി പറഞ്ഞ ജീവിതത്തിൽ സത്യസായി സേവാ സംഘടന പ്രവർത്തനം തുടങ്ങേണ്ട സ്വന്തം ഭവനത്തിൽ നിന്നാവണം സ്വാമി പറഞ്ഞു. ഇത് സമയം കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം പറയുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ കുറെ നീണ്ടുപോകും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സ്വാമിയുടെ പാദങ്ങൾ അർപ്പിക്കുന്നു. 9:30 മണിയായി, സമയം കഴിഞ്ഞു. സാരം മാഷ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. నీవే ఆనంద స్వరూపుడై కేవలం దానిని మరచి
ప్రాకృతమైనటువంటి ఈ జగత్తునందు ఆనందమును వెతుకుట కేవలం అజ్ఞానము అని వేదము ప్రబోధిస్తూ వచ్చింది. Veda has declared it is utter ignorance in search for such joy in the external world, although you are yourself the very embodiment of the joy, delight and bliss. కేవలము దేహేంద్రియ సంబంధమైనటువంటి యొక్క వస్తువాహనాదులు, లోక సంబంధమైనటువంటి విషయాదులు, శరీర సంబంధాదులైనటువంటి యొక్క రూపములు, ఇవి అన్నీ కూడాను క్షణభంగురములు. All the objects of senses, the entire world, all the forms are all transitory. యదృశ్యం తన్మస్యం. ఏది దృశ్యకల్పితంగా మనకు గోచరిస్తుండాదో ఇవన్నీ కూడాను మార్పు చెందినవి. Whatever you are seeing external to you as the objects, they are constantly undergoing change. మార్పు చెందినటువంటి వస్తువాహనాదులందు, విషయాదులు ఎందు, వ్యక్తులు ఎందు మార్పు చెందినటువంటి ఆనందం లభించటము ఇది కేవలం వెర్రితనం. It is foolish to expect to find the permanent joy in objects, people and matters which constantly go on changing. నిత్య సత్యమైనటువంటి యొక్క ఆత్మతత్వం నందు మాత్రమే ఇట్టి నిత్యానందం మనకు ప్రాప్తిస్తుందని కూడాను వేదము హెచ్చరిస్తూ వచ్చింది. Veda has also cautioned that we can find such permanent truth and joy only in Atma, which is basically permanent and based upon truth. బాహ్య విచారణ ఫలితం కేవలము తాత్కాలిక ఆనంద నిమిత్తమే కానీ శాశ్వత ఆనందం మనకు ప్రాప్తించదు. Searching for joy in the external world can give you only temporary joy, but it cannot give you permanent joy. అంతర్పరిశోధనకు మానవుడు సంసిద్ధుడు కావాలి. Man must be ready to look for such joy within himself. అప్పుడే ఆశించిన ఆనందాన్ని తాను అనుభవించగలడు. Then only he can experience the joy which he is looking for. സായിരാം, ഇനി ഇടുക്കിയിലുള്ള ഗായത്രി നായർ ഭജന പാടും. സായിരാം, ഗായത്രി ഭജന പാടിക്കോളൂ. സായിരാം. अंतरंग साई अनाथनाथ साई, अंतरंग साई अनाथनाथ साई, दीनबंधु साई करुण सिंधु साई, दीनबंधु साई करुण सिंधु साई, अंतरंग साई अनाथनाथ साई, राम कृष्ण शिव शक्ति प्रेम रूप साई, राम कृष्ण शिव शक्ति प्रेम रूप साई, युगावतार बाबा श्री सत्य साई, युगावतार बाबा श्री सत्य साई, अंतरंग साई अनाथनाथ साई, दीनबंधु साई करुण सिंधु साई, अंतरंग साई अनाथनाथ साई, राम कृष्ण शिव शक्ति प्रेम रूप साई, युगावतार बाबा श्री सत्य साई, युगावतार बाबा श्री सत्य साई, अंतरंग साई अनाथनाथ साई. साईराम. സായിരാം, ഗായത്രി. ഇനി സായി ഉപമ. വത്സലാം മാം. ഓം ശ്രീ സായിരാം. ഞാൻ തീർച്ചയായും എന്റെ അവതാര ദൗത്യം നടപ്പിലാക്കും. അതിനെക്കുറിച്ച് സംശയിക്കുകയേ വേണ്ട.
നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ പദ്ധതി തയ്യാറാക്കുവാൻ ഞാൻ എൻ്റെതായ സമയം എടുക്കും. നിങ്ങൾ ത്വരിതപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വേഗത്തിൽ ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. 10 കാര്യങ്ങൾ ഒറ്റയടിക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നു എന്നും വരും. ഒരു തീവണ്ടിയിലെ ഒരു ബോഗിയുമായി എഞ്ചിൻ പുറപ്പെടുന്നില്ല. എഞ്ചിന്റെ ശക്തിക്കനുസരിച്ച് കൂടുതൽ ബോഗികൾ കൂട്ടിച്ചേർക്കുന്നതിനായി കാത്തിരിക്കുന്നു. എൻ്റെ വാക്ക് ഒരിക്കലും പിഴയ്ക്കില്ല. ഞാൻ ഇച്ഛിച്ചതെന്തോ അത് തീർച്ചയായും നടന്നിരിക്കും. ജയ സായിരാം. സായിരാം അജിത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാ കാര്യവും. വളരെ വിവേകപൂർണവും ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളിലാണ് അജിത് സാറ് നമ്മുടെ അടുത്ത് സംബന്ധിച്ചത്. സാറിന് എല്ലാവരുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ശാന്തി മന്ത്രം. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സായിരാം. സായിരാം.